നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൽ ഇന്ന് 2025 ഉത്രാട നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ധനു മകരം കൂറുകളിലായാണ് ഉത്രാട നക്ഷത്രം കാണപ്പെടുന്നത്. പ്രസന്നമായ മുഖഭാവവും സൗമ്യവും ആകർഷകവുമായ സംസാര രീതിയുമുള്ള ഈ നാളുകാർ നല്ല സംസ്കാര സമ്പന്നരും നീതിനിഷ്ഠരും സാമർഥ്യമുള്ളവരുമായിരിക്കും. ആത്മാർത്ഥതയും അനുകമ്പയുമുള്ള ഉത്രാട നാളുകാർ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഒതുങ്ങിക്കഴിയുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന ഇവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. കലഹങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇവർ ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായും ഭംഗിയായും നിർവഹിക്കും. ഇടപെടലുകളിൽ സത്യസന്ധത പുലർത്തുന്ന ആഡംബരപ്രിയരല്ലാത്ത ഉത്രാട നക്ഷത്രക്കാർ സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്നവരും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരല്ല. ലാളിത്യവും വിനയവും സുജീവിതത്തിൽ പുലർത്തുന്ന ഇവർ മറ്റുള്ളവർ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അന്യായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ താല്പര്യമില്ലാത്ത ഇവർ മറ്റുള്ളവരുടെ സഹായങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്നവരുമാണ്. 2025 വർഷത്തിൽ ഉത്രാട നാളുകാരുടെ ജീവിതത്തിൽ ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും അലച്ചിലുകളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും. കർമ്മമേഖല പുഷ്ടിപ്പെടുകയും മാനസികവും ശാരീരികവുമായുമുള്ള സൗഖ്യം അനുഭവപ്പെടുകയും ചെയ്യും. വളരെ കാലമായി വിട്ടുനിന്നിരുന്ന മേഖലകളിൽ വീണ്ടും പ്രവർത്തിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യുന്നതാണ്. ധനുക്കൂറിൽപ്പെടുന്ന ഉത്രാട നാളുകാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ ശനി 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലവിധത്തിലുമുള്ള ഗുണങ്ങളുമുണ്ടാകും. കൃഷിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കുന്നതാണ്. തൊഴിലിൽ പ്രത്യക്ഷമായ പല മാറ്റങ്ങളും ഉണ്ടാകുകയും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. മനസ്സിലാഗ്രഹിച്ച ഒട്ടേറെ കാര്യങ്ങൾ സാധ്യമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. ഷെയർ മാർക്കറ്റുകളിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തുന്നതാണ്. സത്യസന്ധവും നീതിനിഷ്ഠവുമായ പ്രവർത്തനത്തിലൂടെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടുവാൻ സാധിക്കും. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. വിദേശത്ത് പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. മാർച്ച് അവസാനത്തോടെ ശനി രാശി മാറുന്നതോടെ ധനുരാശിയിൽപ്പെടുന്ന ഉത്രാട നാളുകാർക്ക് ഗുണാനുഭവങ്ങൾ കുറയുന്നതാണ്. ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. കച്ചവടത്തിൽ മാന്ദ്യത അനുഭവപ്പെടാം. ധനനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ഇടയ്ക്കിടയ്ക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന പല പ്രവൃത്തികളും കുടുംബാംഗങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും മേലധികാരികളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. വ്യാകുലതകളും ഉത്കണ്ഠകളും ഏറി വരുന്നതാണ്. പൊതുജനസമ്മതമായ പ്രവർത്തികളിൽ കൂടുതലായി ഏർപ്പെടും. സ്വത്ത് സംബന്ധിയായ തർക്കങ്ങളും തടസ്സങ്ങളും ഉണ്ടായേക്കാം. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലമാറ്റം ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങൾക്കൊക്കെ പലവിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. പകർച്ചവ്യാധികൾ പിടിപെടുന്നതാണ്. ജോലിയിൽ പലതരത്തിലുമുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാവുകയും
വീട് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ജോലിഭാരം വർദ്ധിച്ചു വരും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും നല്ല സമയമാണ്. ഇവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ഉണ്ടാകും. ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ വേണ്ടത്ര ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകുക. അല്ലാത്ത പക്ഷം സാമ്പത്തിക ക്രമക്കേടുകൾ ചെന്നപ്പെട്ടേക്കാം. മെയ് മാസത്തോടുകൂടി വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരുന്നത് ശുഭകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നതാണ്. ബിസിനസ് രംഗം മെച്ചപ്പെടും. വരുമാനം മെച്ചപ്പെടുന്നതാണ്. മകരക്കൂറിൽപ്പെടുന്ന ഉത്രാട നാളുകാർക്ക് വർഷാരംഭത്തിൽ വ്യാഴം 5ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ശനി 2ാം ഭാവത്തിലും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മകരക്കൂറുകാർക്ക്. സന്താനങ്ങൾക്ക് പലവിധത്തിലുമുള്ള നേട്ടങ്ങളും ഉണ്ടാകും. മാർച്ച് മാസത്തിന് ശേഷം ശനി 3ലേക്ക് വരുന്നതോടെ ഇവർക്ക് പലവിധ ഭാഗ്യങ്ങളും വന്നു ചേരും. ലോട്ടറി, ചിട്ടി മുതലായവയിലൂടെ വിജയം കൈവരിക്കാം. സന്താനങ്ങൾ മുഖേന സന്തോഷം ഉണ്ടാകുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ്. വർഷത്തിൻ്റെ അവസാനത്തോടെ കുടുംബജീവിതത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മയും പൊരുത്തക്കേടുകളും ഉണ്ടാകുന്നതാണ്. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തും. പഴയ ജോലി വിട്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽപ്പെടുന്നവർ ബുധൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഇവർ ഉത്രാടം, കാർത്തിക, ഉത്രം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുക. ഇവരുടെ ദശാനാഥനായ ആദിത്യനെ തൃപ്തിപ്പെടുത്തുക വഴി നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഞായറാഴ്ച തോറും വ്രതം നോക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഞായറും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ്. ധനുരാശിയിൽപ്പെടുന്ന ഉത്രാടക്കാർ വ്യാഴദേവനെയും മകരക്കൂറിൽ ജനിച്ചവർ ശനിദേവനെയും പ്രീതിപ്പെടുത്തുന്നത് ജീവിതസുഖത്തിനും ദോഷപരിഹാരത്തിനും ഐശ്വര്യവർദ്ധനവിനും ഉത്തമമായി പറയുന്നു. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.